ഉത്രാടായിട്ട് രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. കുറച്ച് പരിപാടികളുണ്ട്. അങ്ങനെ പരിപാടികൾക്ക് വേണ്ടി തിരുവല്ല എത്തി. തിരുവല്ല എത്തിയിട്ട് പിന്നെ ഇനി എനിക്ക് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റത്തില്ലെന്ന് ഏകദേശം എല്ലാവർക്കും ഐഡിയ ഉണ്ടാവും. നല്ല തിരക്കുണ്ടായിരുന്നു റോഡിലും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ ഞങ്ങൾ ഡാൻസ് വന്നൊന്ന് ഇരുന്നപ്പോഴാണ് എനിക്ക് ചെറുതായിട്ടെങ്കിലും ഒരു ആശ്വാസം. അതിൻ്റെ നടുവൊക്കെ പൊട്ടിക്ക് പോകുന്നുണ്ടായിരുന്നു. കാറിലൊക്കെ പോയി കഴിഞ്ഞാൽ എവിടെയും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ട് ബൈക്കിൽ വളരെ സ്ലോ ആയിട്ടാണ് പോയത്. അപ്പോൾ തിരിച്ച് വന്നൊരു ചിക്കൻ സാൻഡ്വിച്ചും കഴിച്ച് ഒരു കാപ്പിയും പറഞ്ഞു കേട്ടോ. ശരിക്കും കാപ്പി ഈ സമയത്ത് അധികം കുടിക്കുന്നത് നല്ലതല്ല, പക്ഷെ വല്ലപ്പോഴും ഭയങ്കര ടയറിങ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു കാപ്പി കുടിച്ചാൽ കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ, ആ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് മാത്രം ഞാനൊരു കാപ്പി കുടിച്ചു. അത് ഇത്ര വലിയ ചരുവത്തി കൊണ്ടുതരുമെന്ന് പ്രതീക്ഷിച്ചില്ല. അത്രയും കുടിക്കാൻ പാടില്ല കേട്ടോ ശരിക്കും. പിന്നെ വീട്ടിൽ വന്നത് ആ ജാനപ്പൻ്റെ വക സദ്യ കഴിച്ചു. എന്നിട്ട് എന്താ റിയാക്ഷൻ, സൂപ്പർ എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളും സദ്യയൊക്കെ ഉണ്ടു. ശരിക്കും തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ ജിത്തുവിൻ്റെ വീട്ടിലേക്ക് പോകാമെന്നുള്ളതായിരുന്നു പ്ലാൻ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉത്രാടത്തിന് സദ്യ, തിരുവോണത്തിൻ്റെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്നൊക്കെയുള്ളതായിരുന്നു പ്ലാൻ. പക്ഷെ എന്തുകൊണ്ടോ ഞങ്ങൾക്ക് തോന്നി ഉത്രാടത്തിന് അന്ന് വൈകിട്ട് തന്നെ പോയി. എന്തായാലും സദ്യയൊക്കെ ഉണ്ടല്ലോ, നാളെ എന്തായാലും സദ്യ ഒന്നും ഉണ്ണാൻ നിൽക്കുന്നുമില്ലല്ലോ എന്ന്. പക്ഷേ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അവിടെ എത്തിയത് എന്തായാലും നേരത്തെ എത്തിയത് കാര്യമായി എന്നുള്ളത് പിന്നീട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഓണം, അതായത് തിരുവോണം മാത്രം ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ എന്നത്തെയും പോലെ തന്നെ എൻജോയ് ചെയ്തു പോകും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ